കുടുംബജീവിതത്തിൽ ഞാൻ ഇപ്പം എനിക്കൊരു ഞാൻ മക്കളിലൊരു കുറവ് കാണുമ്പോൾ ഞാനത് ഈ ഒരു മിറർ പോലെ ഞാൻ എന്നെ കാണും. ആ പ്രശ്നം എൻ്റെ ജീവിതത്തിലുണ്ടോ, ഞാൻ കറക്റ്റ് ചെയ്യേണ്ട പോയിന്റ് ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ നേരത്തെയൊക്കെ ഞാൻ ഇമ്മീഡിയറ്റ്ലി ഞാൻ ചീത്ത പറയുക അവരെ. ഇപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐ ട്രൈ ടു കറക്റ്റ് മൈസെൽഫ്. ഞാനത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അവരോട് ഞാൻ സംസാരിക്കുക എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് രൂപപ്പെടാൻ തുടങ്ങി. അപ്പം അത് അതിനൊരു ഒരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്ന് മാത്രമല്ല, എനിക്ക് ആഴത്തിൽ എനിക്ക് ഈ ദിവസങ്ങളിൽ തോന്നിയ ഇതാണ്. യോഹന്നാന്റെ 17-ാമത്തെ അധ്യായം, സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ എൻ്റെ മക്കളിലുള്ള പല രീതിയിലുള്ള അശുദ്ധികളുണ്ടാവും. അതായത് സെക്ഷുവലായിട്ടുള്ള അശുദ്ധി മാത്രമല്ല, സ്നേഹത്തിൻ്റെ മേഖലയിൽ ദേഷ്യം, വെറുപ്പ്, നീരസം, ഒരു വൈരാഗ്യം വെക്കുന്ന അവസ്ഥകളുണ്ടാകാം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാകാം, അസൂയയുടെ അവസ്ഥ. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, അശുദ്ധിയാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഈ അവരുടെ ജീവിതത്തിൽ ഉള്ള അശുദ്ധിയെ ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു പറയും. അപ്പം ഞാൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ആ വിശുദ്ധി കടന്നു വരുന്നു, അത് ഓട്ടോമാറ്റിക്കലി അവരിലേക്ക് റേഡിയേറ്റ് ചെയ്യപ്പെടും. അപ്പം ഇങ്ങനൊരു ബോധ്യമാണ് കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും അങ്ങനെ കറക്ഷൻ്റെ ഒരു പോയിന്റ് വരുന്ന സമയത്ത് എനിക്ക് തോന്നും, മേ ബി ഞാനൊരു കറക്റ്റ് ചെയ്യുന്നതിനൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവർക്കൊരു ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ, ഡോണ്ട് വറി, എന്താ വിഷമം തോന്നുന്നത്, എന്തുകൊണ്ടാണ്. ചിലപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ അവരുടെ കൺഫ്യൂഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ഞാൻ നിസ്സഹായനാണ്, അല്ലെങ്കിൽ ഞാൻ നിസ്സഹായയാണ് എന്ന് പറയാൻ അറിയത്തില്ല. ഇപ്പം നമുക്ക് പല സമയത്തും നമ്മൾ പറയില്ല, ആത്മാവിൽ ഇരുട്ട് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ മൂഢനായി പോയി എന്ന് പറയത്തില്ലേ, വചനം പറയുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചില മുറിവുകളും കാര്യങ്ങളും വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ പ്രവൃത്തികൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും റിയാക്ഷൻസ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ എനിക്ക് അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ? ആ ചേർത്ത് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും എന്തുമാത്രം മാറ്റം വരും. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോയ സമയത്ത് എന്നെ രജനി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എനിക്ക് ഒരു പുതുജീവൻ കിട്ടിയത്. എനിക്ക് ആഴത്തിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്ക് കിട്ടി. എന്നെ ഒരു കുഴിയിൽ നിന്ന് പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിക്കുന്ന പോലെ ഒരു അനുഭവം എനിക്ക് കിട്ടിയത്. അതേസമയം എനിക്ക് കറക്ഷൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിലോ ഞാൻ ചിലപ്പം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയേനെ. അപ്പോൾ ഇതെല്ലാം തന്നെ എന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.